വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. സോ നമുക്കെല്ലാം അറിയാം ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. സോ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആയിരിക്കും നമ്മൾ ചാനലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ ഉണ്ട്. സോ ഇതൊരു ബ്ലോക്ക് ഡയഗ്രമാണ്. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. സോ ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. സോ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മീൻസ് അവിടുത്തെ ഫൈബർ ആയിരിക്കും അവിടുത്തെ ചാനൽ എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി എ ട്രാൻസ്മിറ്റർ, ചാനൽ ആൻഡ് റിസീവർ. സോ ചാനൽ, ഇവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഇവിടെ നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ ഉണ്ട്, ഒരു റിസീവിങ് സെക്ഷൻ ഉണ്ട്. സോ നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിൽ നമ്മൾ മെയിനായിട്ടും നമ്മുടെ ആ ഒരു ഇൻഫർമേഷനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഒരു ലൈറ്റ് ഇൻഫർമേഷൻ, സോ ഒരു ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ LED ലേസേഴ്സ് ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന LED ലേസേഴ്സ് ഒക്കെയാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ലൈറ്റ് സോഴ്സ് ഒരു ഇലക്ട്രിക്കൽ ആ ഇൻപുട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ട്രാൻസ്മിറ്റിംഗ് സെക്ഷനകത്ത് നമ്മൾ മെയിനായിട്ട് നടക്കുന്നത്. സോ ദെൻ അത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴിയായിരിക്കും നമ്മൾ ഡേറ്റാസിനെ, ആ ലൈറ്റ് ഇൻഫർമേഷനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അറിഞ്ഞിരിക്കണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ ഇതാണ് ഫൈബറിൽ നടക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ കാണും, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കാണും, ദെൻ ഒരു റിസീവർ സെക്ഷൻ കാണും. ട്രാൻസ്മിറ്ററിനകത്ത് മെയിനായിട്ടും ഈ ഒരു ഇലക്ട്രിക്കൽ വാല്യൂവിനെ നമ്മളൊരു ലൈറ്റ് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അത് ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് സോഴ്സസ് ആണ്. ലൈറ്റ് സോഴ്സസിന് എക്സാമ്പിളാണ് LED ലേസേഴ്സ്. സോ അത് ഫൈബർ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ റിസീവർ സെക്ഷൻ നോക്കുവാണെങ്കിൽ, സോ റിസീവർ സെക്ഷനിൽ ആ ഒരു ലൈറ്റ് ഇൻഫർമേഷനെ, സോ ലൈറ്റിനെ നമ്മൾ തിരിച്ച് ആ ഒരു ഇലക്ട്രിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഡയോഡ്സ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ലൈറ്റ് ഇൻഫർമേഷനെ തിരിച്ച് ഇലക്ട്രിക്കൽ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് മെയിനായിട്ടും ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. സോ അതിനകത്തുള്ള മെയിൻ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ റീജനറേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദെൻ മെയിനായിട്ടും അതിനകത്തൊരു ലൈറ്റ് സോഴ്സ് കാണും ട്രാൻസ്മിറ്റിംഗ് സെക്ഷനകത്ത്. ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ദെൻ നമ്മുടെ റിസീവർ സൈഡിൽ നമ്മുടെ ലൈറ്റ് ഇൻഫർമേഷനെ ഇലക്ട്രിക്കൽ വാല്യൂയിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ, നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ അവിടെ ഇൻഫർമേഷനെ കൺവേ ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. സോ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ടെക്നോളജി അസോസിയേറ്റഡ് വിത്ത് ഡേറ്റ ട്രാൻസ്മിഷൻ യൂസിങ് ലൈറ്റ് പൾസസ് ട്രാവലിംഗ് അലോങ് വിത്ത് എ ലോങ് ഫൈബർ വിച്ച് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ്. സോ ഈ ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു കോർ കാണും. അതിൻ്റെ ഇന്നർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോറാണ്. ദെൻ ഒരു ക്ലാഡിങ് കാണും. ഇപ്പോൾ ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് കോർ ക്ലാഡിങ് ആണ്. സോ ഈ കോർ ക്ലാഡിങ് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനൊക്കെ പറയുന്നത്. ദെൻ ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഒരു ജാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഔട്ടർ കോട്ടിംഗ് ആയിട്ട്. സോ ഇതാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇന്നർ സെക്ഷൻ കോറാണ്, ക്ലാഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ സെക്ഷനാണ്. ദെൻ
ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഔട്ടർ കോട്ടിംഗ് ആണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മളിപ്പം പറഞ്ഞ പോലെ കോറുണ്ട്. കോർ ഈസ് സൗണ്ടഡ് ബൈ എ ട്രാൻസ്പെയറൻറ്റ് ക്ലാഡിംഗ് മെറ്റീരിയൽ. സോ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ കോറിനായിരിക്കും. രണ്ട് മീഡിയമാണ് കോറും ക്ലാഡിംഗ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്, ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ലൈറ്റ് ഈസ് കെപ്റ്റ് ഇൻ കോർ ബൈ ദ ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈറ്റ് ഇൻഫർമേഷനെ നമ്മൾ പാസ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ്. സോ വിച്ച് കോസസ് ദ ഫൈബർ ടു ആക്ട് ആസ് എ വേവ് ഗൈഡ്. സോ ഇത്രയും പോയിന്റ്സ്, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ് കൂടുതൽ, കോറിനാണ് ക്ലാഡിങ്ങിനെ കാട്ടി. അതുപോലെ തന്നെ നമ്മൾ ആ ലൈറ്റ് വേവ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. സോ സ്ട്രക്ചർ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. സോ നമുക്ക് നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സോ ഇതിൻ്റെ റേഷ്യോ ആണ് ശരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. സോ when a beam of light passes from one material to another with a different index of refraction. സോ നമുക്കറിയാം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് ക്ലാഡിങ്ങിനെ കാട്ടി. സോ ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. ക്ലാഡിങ് കോറിന് ഔട്ടറായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഇവിടെ N2 N1 ആയിട്ട് എടുത്തിരിക്കുന്നത്. N1 കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ ആണ്. സോ N2 കുറവാണ് N1നെ കാട്ടി. So when a beam of light passes from one material to another with a different index of refraction, the beam is bent or refracted at the interface. So ഇവിടെ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട്. ആ ക്രിട്ടിക്കൽ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പറയുന്നത്. ഇവിടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടക്കാം, റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നടക്കാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്രിട്ടിക്കൽ ആംഗിൾ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണെന്ന്. So for a total internal reflection to occur, the light must travel from denser medium to less dense medium അല്ലെങ്കിൽ rarer medium. So ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ the light must travel from a denser medium to less dense medium. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു പാത്തിലാണ്. സോ ദിസ് ഈസ് ദ കോർ വിച്ച് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ക്ലാഡിംഗ്. അപ്പം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, ഇതിൻ്റെ കുറവാണ്. സോ ഇങ്ങനെയാണ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യിക്കുന്നത്. സോ ആ ഒരു കണ്ടീഷൻ ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. സോ ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം അല്ലെങ്കിൽ ലെസ് ഡെൻസ് മീഡിയം. സോ ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, സോ ഡസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. So when the angle of incidence reaches a critical value, the refracted rays travel along the surface of medium, or in other words refracted to an angle of 90 degree. So നമ്മളിവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുവാണ്. സോ നമുക്കത് ഒന്നുകൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത് നോക്കാം. When the angle of incidence of light reaches the critical angle, the angle of refraction is 90 degree. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അടുത്ത ഒരു സോ ഇവിടെ നോക്കുക. when the angle of incidence of light reaches the critical angle of refraction is 90 degree. സോ ആ ഒരു ക്രിട്ടിക്കൽ ആംഗിളിൽ നമ്മുടെ റേ എന്ന് പറയുന്നത് ആ നമ്മുടെ സർഫസിൽ റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലേക്ക്. അപ്പം സർഫസിലേക്ക് ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് നിൽക്കും. സോ ആ ഒരു പർട്ടിക്കുലർ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ when the angle of incidence അല്ലെങ്കിൽ theta I is equal to theta C, the refracted ray travels
എലോങ് ദ സർഫസ് ഓഫ് ഡെൻസർ മീഡിയം ഇൻ ദ കേസ് ഓഫ് ഗ്ലാസസ്. അപ്പോൾ അതിങ്ങനെ ഗ്ലേസ് ചെയ്തിങ്ങനെ നിൽക്കും ആ ഒരു സർഫസിലേക്ക് തന്നെ. സോ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദെൻ ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, സോ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടുന്ന ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദെൻ ഇപ്പോൾ ടിപ്പിക്കൽ വാല്യൂ ആണ് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ 82, ടിപ്പിക്കലി 82 ഡിഗ്രി ഫോർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. സോ ഇത് ആ ഒരു വാല്യൂ എന്ന് അറിഞ്ഞിരിക്കുക. സോ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. സോ ഈ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി ഇപ്പം നമ്മുടെ തീറ്റ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണെങ്കിൽ നമ്മുടെ വേവിന് റിഫ്ലക്ഷൻ നടക്കും. ആ കോറിനകത്ത് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കും. സോ നമ്മൾ ആ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇവിടെ ഇഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ്, ഇഫ് ദ വാല്യൂ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ സി, അപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ആ കോറിനകത്ത് തന്നെ നമ്മുടെ ലൈറ്റ് കൺഫൈൻ ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. സോ ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദ ഇൻസിഡൻറ്റ് റേ ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ നമ്മൾ ഈ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ തീറ്റ ഐ ലെസ് ദാൻ തീറ്റ സി ആണെങ്കിൽ ആ വേവ് റിഫ്രാക്ട് ചെയ്ത് അങ്ങ് പോവും, ക്ലാഡിങ്ങിലേക്ക് അങ്ങ് റിഫ്രാക്ട് ചെയ്ത് പോവും. അതാണ് നടക്കുന്നത്. തീറ്റ ഐ ഈക്വൽ ടു തീറ്റ സി ആണെങ്കിൽ അതിങ്ങനെ ആ ഒരു ഇൻ്റർഫേസിൽ ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് നിൽക്കും. അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ആ റിഫ്രാക്ട് ചെയ്ത ആ ഒരു സർഫസിൽ തന്നെ അല്ലെങ്കിൽ ആ കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് നിൽക്കും. തീറ്റ ഐ ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണെങ്കിൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. തീറ്റ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So when the angle of incidence of light ray reaches the critical angle of refraction, so 90 ഡിഗ്രി ആയിരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ അറ്റൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്രാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, സോ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 82 ഡിഗ്രി ഫോർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. സോ ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള ആ വാല്യൂ എന്ന് പറയുന്നത്. സോ ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഇൻസിഡൻറ്റ് മീഡിയം വിത്തൗട്ട് ലോസ് ബൈ എ പ്രോസസ് നോൺ ആസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ ഇതാണ് കണ്ടീഷൻ. തീറ്റ ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി. സോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ സ്നെൽസ് ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുവാണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്രാക്ഷൻസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ദ ഡയലക്ട്രിക്സ് ബൈ സ്നെൽസ് ലോ. സോ സ്നെൽസ് ലോ പറയുന്നത് ഇതാണ്. It is the ratio of the sine of angle of incidence and transmission is equal to the ratio of refractive index of materials at the interface. So നമുക്ക് ഇങ്ങനെയും പറയാം, n1 sin theta 1 equal to n2 sin theta 2. അപ്പോൾ ഇതാണ് ശരിക്കും സ്നെൽസ് ലോ പറയുന്നത്. n1 എന്ന് പറയുന്നത് refractive index of the medium the light is leaving, and theta 1 is the incident angle between the light beam and the normal, and n2 is the refractive index of the material the light is entering. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന, അപ്പോൾ ഇത് നമ്മുടെ കോറാണ്. ഇതെന്ന് പറയുന്നത് ക്ലാഡിങ് വെച്ചിട്ടാണ് പറയുന്നത്. സോ തീറ്റ 2 is the refractive angle between the light ray and the normal. സോ അത് വെച്ചിട്ടാണ് നമ്മൾ n1 n2 തമ്മിലുള്ളൊരു റേഷ്യോ ആണ് ശരിക്കും സ്നെൽസോ വെച്ച് പറയുന്നത്. n1 by n2 is equal to sin theta 2 by sin theta 1. theta 1 theta 2 ഇവിടെ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ സ്നെൽസ് ലോ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫൈബറിനെ നമുക്ക് ആ റേയുടെ ഒരു ട്രാൻസ്മിഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. സോ മെയിനായിട്ടും സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. സോ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ഇൻഡെക്സ് തന്നെ അത് സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ട്. സോ ഇതാണ് സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ. സോ ഈ രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അതുകൂടാതെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് പ്രൊഫൈലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫൈബറിൻ്റെ സ്ട്രക്ചർ. സിംഗിൾ മോഡ് മീൻസ് നമുക്കറിയാം ഒരു സിംഗിൾ ലൈറ്റ് ട്രാൻസ്മിഷനാണ് ഇതിനകത്തൂടെ നടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഈ ഒരു കോറിൻ്റെ ഡയമീറ്റർ 8 to 12 മൈക്രോമീറ്റർ ആണ്. ക്ലാഡിങ്ങിൻ്റെത് 125 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. ദെൻ മൾട്ടിമോഡ് കോറിൻ്റെയാണ് മെയിനായിട്ടും പഠിച്ചു വെച്ചേക്കേണ്ടത്. കോർ ഡയമീറ്റർ 50 to 200 മൈക്രോമീറ്റർ ആണ്. മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ ഇത്
ഒരു എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരെണ്ണമാണ് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ കോർ ഡയമീറ്റർ 50 to 200 മൈക്രോമീറ്റർ ആണ്. ദെൻ ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെത് 50 to 100 മൈക്രോമീറ്റർ ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇത് 200 വരെയാണെങ്കിലും ഇത് 100 വരെയാണ് ഇതിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിമോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 റേ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഇവിടെ പ്രൊഫൈൽ വെച്ചിട്ടാണ് ഇതിനെ ഇൻഡെക്സ് പ്രൊഫൈൽ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 N1 കോറിൻ്റെ ക്ലാഡിൻ്റെ ഇൻ്റർഫേസ് ഒരു പ്രൊഫൈൽ വെച്ചിട്ടാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് സ്ട്രക്ചറാണ് നമുക്ക് ആ ഇൻഡെക്സ് പ്രൊഫൈൽ കിട്ടുന്നത്. ഇത് രണ്ടും സ്റ്റെപ്പ് ഇൻഡെക്സ് ആണ്. ഗ്രേഡഡ് ഇൻഡെക്സ് മീൻസ് ഇങ്ങനെ ഒരു ചേഞ്ചിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ് നമുക്കിവിടെ ഗ്രേഡഡ് ഇൻഡെക്സിൽ കിട്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, കോറിന് അക്രോസ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റെപ്പും ഇവിടെ ഗ്രേഡഡ് എന്ന് മീൻസ് അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഇങ്ങനെ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രേഡഡ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ. ഓരോന്നിൻ്റെയും കോർ ഡയമീറ്റർ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. 8 to 12, 50 to 200, then 50 to 100 മൈക്രോമീറ്റർ. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇനി സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡ് ഇൻഡെക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഇൻ വിച്ച് ദ കോർ ഈസ് ഓഫ് യൂണിഫോം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡഡ് ഇൻഡെക്സിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സ്റ്റെപ്പ് ഇൻഡെക്സിനകത്ത് അത് കോൺസ്റ്റന്റ്. അതാണ് സ്റ്റെപ്പ് പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദർ ഈസ് എ ഷാർപ്പ് ഡിക്രീസ് ഇൻ ദ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ ക്ലാഡിങ്. ക്ലാഡിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ യൂണിഫോം ആയിരിക്കും. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോം ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡ്. സോ അതേപോലെ തന്നെ സിഗ്നൽ ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും in case of high angle rays in multi-mode step index fiber. So in single mode step index fiber there is no distortion. So multi-modal ഉള്ളത് ഡിസ്റ്റോർഷൻ കൂടുതലാണ് കമ്പയറിംഗ് ടു സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഗ്രേഡഡ് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോവർ ബാൻഡ് വിഡ്ത്ത് ആണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെത്. സോ ഡിസ്റ്റോർഷൻ അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ the number of modes for step index fiber. മോഡ് പറഞ്ഞിരിക്കുന്നത് m is equal to v²/2 ആണ്. ഗ്രേഡഡ് ഇൻഡെക്സ് വരുമ്പോൾ അത് v²/4 ആണ്. v can be number can be less than 2.405 and more than 2.4045 for step index fiber. Then model dispersion affects. So ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. v²/2 എന്ന് പറയുന്നത് മോഡൽ ഡിസ്പേർഷൻ സ്റ്റെപ്പ് ഇൻഡെക്സിൽ ഉണ്ടാവാം. സോ മോഡൽ ഡിസ്പേർഷൻ അഫക്ട്സ് ദ സിഗ്നൽ ക്വാളിറ്റി. ഇത് ഗ്രേഡഡ് ഇൻഡെക്സിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പേർച്ചർ NA മീൻസ് ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഈസ് മോർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെത് കൂടുതലാണ്. whereas in single mode step index fiber it is very less. ദെൻ അതുപോലെ തന്നെ അറ്റിനുവേഷൻ കൂടുതലാണ് മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ കമ്പയറിംഗ് ടു സിംഗിൾ മോഡ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ലോ സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ നമ്മൾ മീഡിയം ഡിസ്റ്റൻസ് ഹൈ സ്പീഡ് ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ നോക്കാം. അവിടെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ്. മറ്റൊരു കേസിൽ കോർ യൂണിഫോം ആണെങ്കിൽ ഇവിടെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോൺ യൂണിഫോം ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിക്രീസസ് പാരാബോളിക്കലി ഫ്രം ദ ആക്സിസ് ഓഫ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ കോറിന് അക്രോസ് കിട്ടുന്നത്. സോ അത് ഗ്രാജുവലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ അതാണ് അതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ദ ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ഇൻ ദ ഫോം ഓഫ് സ്ക്യൂ റേസ് ഓർ ഹെലിക്കൽ റേസ്. ദേ വിൽ നോട്ട് ക്രോസ് ദ ഫൈബർ ആക്സിസ്. അതുപോലെ തന്നെ ഗ്രേഡഡ് ഇൻഡെക്സ് ഈസ് ഓഫ് ഓൺലി വൺ ടൈപ്പ്. അത് മൾട്ടി മോഡ് ഫൈബർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, സിംഗിൾ മോഡില്ല. ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഓഫ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഈസ് മാക്സിമം അറ്റ് ദ സെൻറ്റർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം സെൻറ്ററിലാണ് കോറിൻ്റെ. ദെൻ ഇറ്റ് ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഇതാണ് കോറിൻ്റെ സെൻട്രൽ പൊസിഷൻ. സെൻട്രൽ പൊസിഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ മാക്സിമം ആണ്. അത് ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഇവിടെ v²/4 ആണ് നമ്മുടെ ഇക്വേഷൻ, നമ്പർ ഓഫ് മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല. ദെൻ
ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ പ്രൊവൈഡ് സീറോ ഡിസ്പേർഷൻ. സോ ഡിസ്പേർഷൻ ഇവിടെ മിനിമം ആയിരിക്കും. ആ ഗ്രേഡഡ് ഇൻഡെക്സ് പ്രൊഫൈൽ, അതാണ് നമ്മൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോൺ യൂണിഫോം ആണെന്ന് പറഞ്ഞത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഡിസ്പേർഷൻ മിനിമം സീറോ ഡിസ്പേർഷൻ ആണെന്ന് പറയാം കമ്പയറിംഗ് ടു സിംഗിൾ മോഡ് ഫൈബർ. ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, കമ്പയറിംഗ് ടു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഇവിടെ കമ്പയറിംഗ് ടു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്, ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്. ദെൻ നേരത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇത് മീഡിയം ഡിസ്റ്റൻസ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് ഗ്രേഡഡ് ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാം. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഓഫ് എ ഒപ്റ്റിക്കൽ സിസ്റ്റം. സോ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് √(n1² - n2² ആണ്. സോ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ ദാറ്റ് ക്യാരക്ടറിസൈസ് ദ റേഞ്ച് ഓഫ് ആംഗിൾസ് ഓവർ വിച്ച് ദ സിസ്റ്റം ക്യാൻ അക്സെപ്റ്റ് ഓർ എമിറ്റ് ലൈറ്റ്. സോ ന്യൂമറിക്കൽ അപ്പേർച്ചർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ കേസിൽ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് കയ്യിൽ കൂടുതലാണ് കമ്പയറിംഗ് ടു സിംഗിൾ മോഡ് ഫൈബർ. അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √(n1² - n2² ആണ്. അപ്പം n1 n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ് ആണ്. സോ അതിൻ്റെ സ്ക്വയർ √(n1² - n2² ആണ് നമ്മുടെ ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഫ്രീക്വൻസി ബാൻഡ്സ് നോക്കാം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്കിനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട്. സോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോമൺലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്, ഇതിൻ്റെ യൂസസുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. VHF വെരി ഹൈ ഫ്രീക്വൻസി, ദെൻ UHF അൾട്രാ ഹൈ ഫ്രീക്വൻസി. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് VHFൻ്റെ 3 to 300 MHz ആണ്. ദെൻ 300 to 3000 MHz ആണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ FM റേഡിയോ, VHF ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് VHFൻ്റെ ആപ്ലിക്കേഷനാണ്. UHF മൈക്രോവേവ് ഡിവൈസസ്. സോ മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചാണ് ശരിക്കും ഈ പറഞ്ഞിരിക്കുന്നത് 300 to 3000 MHz എന്ന് പറയുന്നത്. ദെൻ ബ്ലൂടൂത്ത്, മൊബൈൽ ഫോൺ, വയർലെസ് LAN, ഇതിനകത്തൊക്കെ നമ്മൾ UHF ഫ്രീക്വൻസി റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ദെൻ L ബാൻഡ്, ലോങ് ബാൻഡ്, അതിൻ്റെ 1 to 2 GHz ആണ് L ബാൻഡ്. ദെൻ S ബാൻഡ് നോക്കുകയാണെങ്കിൽ 2 to 4 GHz ആണ്. 1 to 2 GHz, ദെൻ 2 to 4 GHz. ദെൻ അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. 1 2 2 4 4 8 ആണ് C ബാൻഡ്, LSC. ദെൻ X ബാൻഡ് എന്ന് പറയുന്നത് 8 to 12 ആണ്. നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് ഈ ബാൻഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ C ബാൻഡ്, X ബാൻഡ്, KU ബാൻഡ്, K ബാൻഡ് എന്നൊക്കെ പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ബാൻഡുകളാണ്. നമുക്ക് അപ്ലിങ്ക് ഫ്രീക്വൻസി, ഡബിളിംഗ് ഫ്രീക്വൻസി ഒക്കെ ഇതിൻ്റെ ഒരു ടേംസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മളത് അടുത്ത സെഷനിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. ദെൻ സോ C ബാൻഡ് 4 to 8 GHz ആണ്. X ബാൻഡ് എന്ന് പറയുന്നത് 8 to 12 GHz ആണ്. KU ബാൻഡ് എന്ന് പറയുന്നത് 12 to 18 GHz ആണ്. സോ LSCX KU, K ബാൻഡ് അതിൻ്റെ ഒറിജിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു ബാൻഡിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ K ബാൻഡ് എന്ന് പറയുന്നത് 18 to 26.5 GHz ആണ്. സോ ഈ GHz ഫ്രീക്വൻസിയിലെല്ലാം നമ്മൾ മെയിനായിട്ടും അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. ദെൻ KA ബാൻഡ് എന്ന് പറയുന്നത് 26.5 to 40 GHz ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുക. സോ ദിസ് ഈസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ദെൻ K ബാൻഡ് എന്ന് പറയുന്നത് റഡാർ, സാറ്റലൈറ്റ്, സോ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ KU ബാൻഡും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. സോ ഇതെല്ലാം കോമൺ ആയിട്ടും ഇതെല്ലാം എന്താണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ബാൻഡുകളാണ്. അപ്പോൾ ഈ C ബാൻഡ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. ദെൻ അതുപോലെ തന്നെ S ബാൻഡ് റഡാർ, മൈക്രോവേവ്. സോ ആ മൈക്രോവേവ് ഫ്രീക്വൻസീസിൽ വരുന്ന ഓപ്പറേഷൻസിനും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ L ബാൻഡ് എന്ന് പറയുന്നത് GPS, ATC മീൻസ് എയർ ട്രാഫിക് കൺട്രോൾ റഡാർ, ATC റഡാർ. ഇതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചാണ്. സോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഇത്രയും ബാൻഡ്സും അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ദെൻ ഇത് എല്ലാ കമ്മ്യൂണിക്കേഷനും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫ്രീക്വൻസിയാണ്. സോ നമ്മൾ ആൻറ്റിനയൊക്കെ പഠിക്കുമ്പോഴും ഈ ഫ്രീക്വൻസി ബാൻഡുകൾ, ഓരോ ഫ്രീക്വൻസി ബാൻഡുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനാസ്, സോ അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, മെയിനായിട്ട് ഈ ഫ്രീക്വൻസി റേഞ്ചാണ് നമുക്ക്, അതുപോലെ തന്നെ ആപ്ലിക്കേഷനും, ഇത് രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ്. സോ നമുക്കിനി ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോക്കാം. സോ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സോ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഓപ്ഷൻ എ, ലാർജ് കോർ ഡയമീറ്റർ ആൻഡ് ലാർജ് ന്യൂമറിക്കൽ അപ്പേർച്ചർ, then large core diameter and small numerical aperture, then small core diameter and large numerical aperture, then last one small core diameter and small numerical aperture. സോ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫൈബർ കോറിൻ്റെയും ഡയമീറ്റർ നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെതും മൾട്ടി മോഡിൻ്റെതും. സോ നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 200 മൈക്രോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ കോർ ഡയമീറ്റർ പറയുന്നത്. ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ 100 മൈക്രോമീറ്റർ ആണ് പറയുന്നത്. സോ കമ്പയറിങ് നമ്മൾ പറയാം, ഇറ്റ് ഹാസ് എ ലാർജ് കോർ ഡയമീറ്റർ ആൻഡ് ലാർജ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഓരോന്നിൻ്റെയും ആ ഒരു വാല്യൂ പഠിച്ചു വെക്കണം. ദെൻ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആസ് എ ലാർജ് കോർ ഡയമീറ്റർ ഓഫ് റേഞ്ച്. അപ്പം സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ ആ ഒരു റേഞ്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 to 300 മൈക്രോമീറ്റർ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ്, മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഹാവ് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 2 to 30 മെഗാഹെർട്സ് കിലോമീറ്റർ, 6 to 50 മെഗാഹെർട്സ് km, then 10 to 40 മെഗാഹെർട്സ് km, 8 to 40 മെഗാഹെർട്സ് km. സോ ബാൻഡ് വിഡ്ത്തിൻ്റെ ഒരു വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ദെൻ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 to 50 മെഗാഹെർട്സ് km ആണ്. സോ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ബെനിഫിഷ്യൽ ഇൻഡെക്സ് പ്രൊഫൈൽ. സോ ഇൻഡെക്സ് പ്രൊഫൈൽ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെയാണ്. കാരണം അവിടെ യൂണിഫോം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഡിസ്പേർഷൻ 0 ആണ്. അല്ലെങ്കിൽ ഡിസ്പേർഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രൊഫൈൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രേഡഡ് ഇൻഡെക്സ് പ്രൊഫൈൽ അവിടെ കൂടുതൽ ബെനിഫിഷ്യൽ ആണ് നമ്മൾ പറയുന്നത്. സോ ആൻസർ ഈസ് ഗ്രേഡഡ് ഇൻഡെക്സ്. ദാറ്റ് പ്രൊഫൈൽ ഈസ് മോർ ബെനിഫിഷ്യൽ than step index fiber. So അതാണ് ഓപ്ഷൻ. So next one is the single mode fiber allows single mode propagation. The cladding diameter must be claddingൻ്റെ ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം അതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ്. ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ പറയുന്നത് 10 times the core diameter. ഇതാണ് ആൻസർ. അറ്റ്ലീസ്റ്റ് 10 times ദ കോർ ഡയമീറ്റർ ആയിരിക്കണം ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. സോ ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജനറൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം അത് നമ്മൾ പഠിച്ചു വെക്കണം. ട്രാൻസ്മിറ്റർ, റിസീവർ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ദെൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ദാറ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതുപോലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈബേഴ്സ്, സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ്, മൾട്ടി മോഡ് ഫൈബർ, അതുപോലെ തന്നെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇതെല്ലാം അതിൻ്റെ ഡയമീറ്ററും അതിൻ്റെ ബാൻഡ് വിഡ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.